ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു കുറുക്ക് റെസിപ്പിയാണ് പറയുന്നത്. എൻ്റെ മോൾക്ക് കണ്ണങ്കായ കുറുക്ക് കുടിക്കാൻ വളരെയധികം മടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുമക്കൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പാകത്തിനുള്ളൊരു റെസിപ്പിയാണ് ഇത്. ഞാനിതിന് ആദ്യം തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുക്കുന്നത്. ഒരു ഒന്നര ഗ്ലാസ്സോളം തിളപ്പിച്ചാറിയ വെള്ളം കുറുക്കുണ്ടാക്കുന്ന ഒരു ചെറിയ പാത്രത്തിലാണ്, അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇതിലേക്ക് ഞാൻ മോൾക്ക് റാഗി കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും റാഗി കൊടുക്കും. അപ്പോൾ ഡെയിലി 5 സ്പൂൺ റാഗിയുടെ പൗഡറാണ് എടുക്കുന്നത്. അതിന് പകരം ഞാൻ 4 സ്പൂൺ റാഗിയുടെ പൗഡർ യൂസ് ചെയ്തു. അപ്പോൾ കൂടുതലായിട്ടും റാഗിയുടെ ടേസ്റ്റ് മുമ്പിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവൾ കുടിച്ചോളും. അവൾക്കിഷ്ടം റാഗിയാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഞാൻ 4 സ്പൂൺ റാഗി. ഇതിലേക്ക് ഞാൻ ഒരു സ്കൂപ്പ് കായപ്പൊടിയാണ്, കണ്ണൻ കായപ്പൊടി ഒരു സ്കൂപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. അതിലേക്ക് ഞാൻ വളരെ കുറച്ച് പനഞ്ചക്കരയുടെ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിതിലേക്ക് 2 തുള്ളി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നെയ്യാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങളുടെ അവൈലബിലിറ്റി പോലെ തന്നെ ചെയ്യുക. വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അതിനുശേഷം ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുറുക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ട്രൈ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കായപ്പൊടി കുഞ്ഞുമക്കൾക്ക് വെയിറ്റ് കൂടാൻ ഏറ്റവും നല്ല ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം അത് അവർ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ട്രിക്കുകളൊക്കെ, അതായത് അവർക്ക് ഇഷ്ടമുള്ള ഫുഡിൻ്റെ അപ്പം ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ മോൾക്ക് പാൻ കേക്കിലും കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കും. കാരണം അവൾ കണ്ണങ്കായയുടെ പൊടി തീരെ അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള വഴിയിലൂടെ തന്നെ കൊടുക്കുക. എങ്ങനെയെങ്കിലും അവരുടെ അകത്താക്കുക. അങ്ങനെ വെയിറ്റ് ഗെയിന് നല്ലൊരു ഓപ്ഷനാണ് ഈ കായപ്പൊടി, കണ്ണൻ കായപ്പൊടി. അപ്പോൾ ഇത് നമ്മൾ റാഗി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ റാഗിയിൽ ഇത് ചേർത്ത് കൊടുക്കുക. അതുപോലെ അവർക്ക് എന്ത് ആണോ ഇഷ്ടം അതിൻ്റെ ഒപ്പം ഒരു 1 സ്പൂൺ വെച്ചെങ്കിലും അകത്ത് പോവുക, അത്രയും നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുറുക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരു 9-10 മാസമൊക്കെ ആകുമ്പോൾ നല്ല കട്ടിക്ക് തന്നെ കുറുക്കി കൊടുക്കുക കേട്ടോ. ആദ്യത്തെ മാസങ്ങളിൽ കൊടുക്കുന്ന പോലെ ലൂസായിട്ട് തന്നെ കൊടുക്കരുത്. കുഞ്ഞുങ്ങൾക്ക് പതിയെ കട്ടി കൂട്ടിക്കൊണ്ടുവരിക കുറുക്കിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മോളെ പോലെ കണ്ണങ്കായ കുറുക്ക് കുടിക്കാൻ മടിയുള്ള ഒത്തിരി വാവകളുണ്ടാവും. അപ്പോൾ അവരുടെ അമ്മമാർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. യൂസ്ഫുൾ ആകുമെന്ന് ഉറപ്പുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്